മൂന്നാർ ഇത്ര തണുപ്പുണ്ടാകുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നേ. അപ്പോൾ രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞാനതൊന്ന് ക്യാപ്ചറൊക്കെ ചെയ്യാമെന്ന് ഓർത്ത് പുറത്ത് പോയതാട്ടോ. ഒരു 6 മണിയായപ്പം മഞ്ഞ് വീഴുന്ന ലൈവായിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഞാനിത് കണ്ടപ്പോൾ ആദ്യം മഞ്ഞ് മൂടി കിടക്കാമെന്ന് ഓർത്തേ. പക്ഷെ ശരിക്കും അത് സ്നോ വീഴുന്നതായിരുന്നേ. അവിടെ കിടക്കുന്ന വണ്ടികളിലൊക്കെ സ്നോ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ കുറേ പേര് നിൽപ്പുണ്ട് രാവിലെ തന്നെ കേട്ടോ. കുറേ ടൂറിസ്റ്റുകാർ വന്നിട്ടുണ്ട്. പിന്നെ ടോൾ ഗേറ്റിൻ്റെ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കുമേ. സൂര്യൻ ഉദിച്ച് ഈ മഞ്ഞിനിടയിലൂടെ വരുന്നത് കാണാൻ എന്നാ ഭംഗിയാണെന്നറിയാമോ രാവിലെ. ഞങ്ങൾ ദേവളത്തു നിന്ന് ഇറങ്ങിയപ്പോൾ സൂര്യ വെളിച്ചം ഇല്ലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ആകും പോയപ്പോൾ ലാക്കാട്. അവിടെ എത്തിയപ്പോൾ നല്ല വെളിച്ചവും ഈ മഞ്ഞ് ഇറങ്ങി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷെ പുറത്തിറങ്ങി വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല തണുപ്പായിരുന്നേ. ശരിക്കും പകൽ സമയത്ത് കാണുമ്പോൾ ഇവിടെ നല്ല തെളിച്ചം ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ആ മഞ്ഞിനിടയിലൂടെ ആ വെളിച്ചമൊക്കെ നല്ല രസം, നല്ല ഭംഗിയാണേ. മൂന്നാർ വരുന്നവർ മാക്സിമം വെളുപ്പിനെ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഗ്യാപ്പ് റോഡും പിന്നെ ലാക്കാട് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ വന്നാലും മതി. ലാക്കാടിൻ്റെ അവിടെ നിന്ന് കാണുന്ന വ്യൂവും ഗ്യാപ്പ് റോഡിൽ നിന്ന് കാണുന്ന വ്യൂവും സെയിം ആയിരിക്കില്ല, വ്യത്യസ്തമാണ്. അപ്പോൾ അതൊന്ന് കണ്ട് എൻജോയ് ചെയ്യണം കേട്ടോ, മറക്കരുതേ. അപ്പോൾ മൂന്നാർ വരുന്നവർ മറക്കാതെ വെളുപ്പിനെ തന്നെ ഗ്യാപ്പ് റോഡും ലാക്കാട് വ്യൂ പോയിൻറ്റും കാണാൻ മറക്കരുതേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.